ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എക്കിക്കുട്ടന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. എത്ര വയസ്സുണ്ട് പോന്നത്? അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആശ്രയം എന്ന് പറയുന്ന സ്ഥാപനത്തിലെ അച്ഛനമ്മമാരുടെ കൂടെയാണ്. ഇന്ന് ജൂൺ 20. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കിട്ടിയ ദിവസമാണ് ഇന്ന്. 2 വർഷം മുൻപ് അവനെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ ഞങ്ങളുടെ ലൈഫിൽ ഇത്രയും കളർഫുൾ ആക്കുമെന്ന്, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഇത്രത്തോളം ചേഞ്ചിങ് ആക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ എങ്ങനെ ആഘോഷിക്കും, അല്ലെങ്കിൽ അവൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നൊക്കെയുള്ള ആലോചനയിലിരിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം പോലെ ഈ സ്ഥലം ഞങ്ങൾ അറിയുന്നത്. പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടിയും വന്നില്ല. 10 ദിവസത്തെ ലീവ് എടുത്തിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. 32ഓളം അച്ഛനമ്മമാർ, നിഷ്കളങ്കരായ അച്ഛനമ്മമാരുള്ള സ്ഥലമാണിവിടെ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിന് അവൻ്റെ ഒരു സ്പെഷ്യൽ ഡേക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഇതെന്ന് ആണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. കാരണം 32ഓളം അച്ഛനമ്മമാരുടെ പ്രാർത്ഥനയും അവരുടെ ഒരു ദിവസത്തെ സന്തോഷവും അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ഓടി നടന്നിരുന്നതാ, വീണു ബാക്കിലേക്ക് ഇറങ്ങിയപ്പോഴേ. അതിന് മുമ്പായിട്ട് തല വീണ് പൊട്ടി സ്റ്റിച്ചൊക്കെ ഇട്ട് അതൊക്കെ മാറി വന്നതാ. പിന്നെ പെട്ടെന്ന് ആരോ മരിച്ചതായാലും വിവരമൊക്കെ അറിഞ്ഞ് വീട്ടുകാരും വന്നപ്പോഴേ, ബന്ധുക്കൾ വന്നപ്പോ മരിച്ച അത് കേട്ട ആളുകൾ BP വ്യത്യാസം വന്ന് രാവിലെ അങ്ങോട്ട് ആ സ്റ്റെപ്പ് ഇറങ്ങും. മുൻപ് ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ച, അല്ലെങ്കിൽ ഒരുപാട് പ്രിയപ്പെട്ടവരുള്ള കുറച്ചധികം ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ആ പ്രിയപ്പെട്ടവരോ ഉറ്റവരോ ഉടയവരോ ആരുമില്ല ഇവർക്ക്. ഇവരൊക്കെ തന്നെയാണ് അവരുടെ ബന്ധുക്കൾ. ഇവിടെ വരുന്നവരൊക്കെ അവരുടെ സ്നേഹിതരുമാണ്. ഈ ആശ്രയം എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ വീടുമാണ്. എല്ലാവരും ഒന്നിച്ച് നമ്മളോടൊപ്പം കൂടിയത് ഒരു വലിയ സന്തോഷം നമുക്കുണ്ട്. കാരണം ഈ അച്ഛനമ്മമാര് നിങ്ങളെ പോലുള്ളവരെ കാത്തിരിക്കുന്നവരാണ്. വരാനും കാണാനും കേൾക്കാനൊക്കെ നിങ്ങൾ വരുമ്പോൾ അവരാണ് നിങ്ങളെ എല്ലാം. അതുകൊണ്ട് ഈ ഇങ്ങനൊരു തീരുമാനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ അത് വലിയ അനുഗ്രഹമായി അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ആരാണോ വരുന്നവരാണ് ഞങ്ങളുടെ ബന്ധുക്കൾ, അവരാണ് നമ്മുടെ എല്ലാം. എൻ്റെ പരമ കാരുണികനായ റബ്ബേ, ഇന്ന് ഈ പുണ്യ ദിവസം നിങ്ങളുടെ മനസ്സിന് നിറഞ്ഞ സന്തോഷവും ആഘോഷവും ആനന്ദവും നൽകി നമ്മുടെ പൊന്നോമന മകൻ എക്കിൻ്റെ 2ാമത് ജന്മദിനം ആഘോഷിക്കുകയാണ്. എൻ്റെ ദൈവമേ, നീ തന്ന ഞങ്ങളുടെ പുണ്യമാണ് എക്കിന്നു. അവൻ നമ്മുടെ കുടുംബത്തിന് വിളക്കായി, വെളിച്ചമായി, ചൈതന്യമായി, അർത്ഥമായി, ധർമ്മമായി ഞങ്ങളോടൊപ്പം ചേരുമ്പോൾ പരമകാരുണികനെ, നീ നൽകുന്ന ഈ സ്നേഹത്തിന്, സന്തോഷത്തിന് ഞങ്ങൾ എങ്ങനെയാണ് നന്ദി പറയുക? ദൈവമേ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ വസന്തം, ഞങ്ങളുടെ ഓമന മകൻ നമ്മുടെ ഇടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആനന്ദത്തിന് ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥന ഞങ്ങളുടെ സ്നേഹമായി സമർപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയ മകൻ എക്കിൻ്റെ വളർച്ചയിലും ഉയർച്ചയിലും ബുദ്ധിയിലും ശക്തിയിലും കഴിവിലും നിന്റെ നിറസാന്നിധ്യം ഉണ്ടാകണേ. ഞങ്ങളുടെ ഓമന മകന് എല്ലാവിധ നന്മകളും പ്രദാനം ചെയ്ത് കുടുംബത്തിന്റെ വിളക്കായി, വെളിച്ചമാക്കി മാറ്റി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഈ പ്രാർത്ഥന ആശ്രയം അഗതി മന്ദിരത്തിലെ അച്ഛനമ്മമാർ അവരുടെ ഹൃദയത്തിന്റെ വെളിച്ചമായി, മനസ്സിന്റെ ചൈതന്യമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രിയ മകന് ജന്മദിന ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. എല്ലാവിധ നന്മകൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കരുണികനെ എൻ്റെ റബ്ബേ. ഒരുപാട് വർഷങ്ങളായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അധികം ആരുടെയും ശ്രദ്ധയിൽ ഈ സ്ഥാപനം പെട്ടിട്ടില്ല. കൂടാതെ വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്.
എല്ലാവരോടും ചോദിച്ചു, ആർക്കും പറ്റില്ല. അങ്ങനെ നമ്മൾ ഏറ്റെടുത്ത് നോക്കി. ഇവിടെ കൊണ്ടുവന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഓക്സിജൻ വെച്ച് കിടത്തണം. പെട്ടെന്ന് ബോധം പോവും, പെട്ടെന്ന് ഓക്സിജൻ കുറയും, പെട്ടെന്ന് ആൾക്ക് മൂത്രത്തിൽ കൊഴുപ്പാണ്, ട്യൂബ് ഇട്ടുണ്ട്. അങ്ങനെ ഇവിടെ കൊണ്ടുപോയി ഇവിടുന്ന് കോപ്പറേറ്റീവ് കൊണ്ടുപോയി അവിടുന്ന് മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി 34 ദിവസം നോക്കിയുള്ളതുണ്ടെങ്കിലും ഒരു 3.5 വർഷം നോക്കിയ ഫലമാണ്. വാടക കെട്ടിടത്തിൽ നമുക്ക് സാമ്യക്ഷമോപിൻ്റെ അംഗീകാരം 5 വർഷം സമ്മതിക്കുന്നു. പിന്നെ സ്വന്തം ഉരുക്കി തരണമെങ്കിൽ സ്വന്തം ഭൂമി 30 പേര്. ഇപ്പം ഇവിടേക്ക് മാറിയിട്ട് ഇത് വാടക ഇതിന് മുമ്പ് ഒരു 3 കിലോമീറ്റർ മാറിയിട്ടായിരുന്നു. ആലുവയിലാണ് ഞങ്ങൾ ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ സ്വന്തം വരുമാനം കൊണ്ട് 2 പേരെ വെച്ചിട്ട് ഫാമിലി ഒരു വീടൊക്കെ എടുത്തിട്ട് ചെയ്തിരുന്നത്. കോവിഡ് വന്നപ്പോൾ അവർ കൈ ഒഴിഞ്ഞു. പിന്നെ നമുക്ക് കൊടുക്കാൻ പൈസ ഇല്ലാതെ നമ്മുടെ കോഴ്സൊക്കെ നിന്ന് പോയപ്പോൾ വരുമാനമില്ലാതെ. അപ്പോൾ കാറൊക്കെ വിറ്റിട്ടാണ് പിന്നെ ഇവരൊരു 6 മാസം. പിന്നെ ഇവർ 1 മനുഷ്യമായിരുന്നു. 2.5 വർഷം ഈ ഭക്ഷണം ഇവരെ കുളിപ്പിക്കൽ, നോക്കൽ, ഹോസ്പിറ്റൽ കൊണ്ടുപോയി എല്ലാം ഒറ്റയ്ക്കായിരുന്നു ഞാൻ. ഇവിടെ ഉള്ള അമ്മമാരും സഹായിച്ചു, ആരും ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് വാടകയ്ക്ക് ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ മാറിയിട്ടായിരുന്നു. ഒരു 5.5 ഏക്കർ ഭൂമിയുടെ ഉള്ളിലാണ് വീട്. അവിടെ നല്ല സൗകര്യമായിരുന്നു. അപ്പോൾ അവർ മക്കൾക്കൊക്കെ ഷെയർ കൊടുത്തു കഴിഞ്ഞപ്പോൾ മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സക്കിന പറയുന്ന ഇത്തരം വീടാണിത്, 17,000 വാടക. ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പോൾ ഇവിടെ 3 വർഷമായി. ഇനിയിപ്പോൾ സ്വന്തം വീട്ടിലേക്ക് മാറണം എന്നാണ് റൂള്. ഇനി ഉണ്ട് 10-200 ചില്ലാൻ എൻക്വയറി ഉണ്ട്. നമ്മൾ ഇവിടെ നന്നായി നോക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ഒരാളെ എപ്പോഴും ഉത്തരവാദിത്തോടെ ഉണ്ടാവും. അപ്പോൾ സ്റ്റാഫുകളെ മാത്രം നമ്മളെ ഏൽപ്പിച്ചിട്ട് പോവില്ല. അത് നമ്മുടെ ഒരു തിയറി. നമ്മുടെ അച്ഛനമ്മ നമ്മളെങ്ങനെ നോക്കണം അതുപോലെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഭംഗിയായിട്ട് ചെയ്യാം. നമുക്ക് തോന്നുന്നു ആരും കാണില്ല എന്ന്. ക്യാമറയെക്കാളും വലിയ ക്യാമറ ഉണ്ട്. സത്യസന്ധമായിട്ടും ഭംഗി. പേര് പറ. കുഞ്ഞിന്റെ പേര് പറ. എക്കിന്ന് പറ. ഇവിടുന്ന് താൽക്കാലികമായി പടിയിറങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചായിരുന്നു. ഇവിടെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഞങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിൽ എപ്പോഴും ഞങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്കും അവരെ ഹെൽപ്പ് ചെയ്യാം. അവർക്ക് ഒരു നേരത്തെ ആഹാരമാണെങ്കിൽ പോലും അവർക്കതൊരു വലിയ കാര്യമാണ്. നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.